തീറ്റപ്പുൽ കൃഷി, കാലിത്തീറ്റ, പശു വളർത്തൽ എന്നിവയ്ക്ക് സബ്സിഡി നൽകി പാലുൽപാദന കേന്ദ്രത്തിൽ മികച്ച സ്വയം പര്യാപ്തത കൈവരിക്കാൻ സാധിക്കുമെന്ന് മന്ത്രി ചിഞ്ചു റാണി പറഞ്ഞു. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ പശുവിനെ വിറ്റ് മത്സരത്തിൽ പങ്കെടുക്കേണ്ടി വന്ന ജില്ലയിൽ നിന്നുള്ള വിദ്യാർത്ഥിക്ക് കേരള വെറ്ററിനറി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു പശുവിനെ നൽകുമെന്ന് മന്ത്രി ചടങ്ങിൽ അറിയിച്ചു. കേരളത്തിലെ മലബാർ മേഖലാ യൂണിയന്റെ പാലാണ് ദേശീയ മൃഗസംരക്ഷണ വകുപ്പ് ഏറ്റവും ഗുണമേന്മയുള്ള പാലായി തിരഞ്ഞെടുത്തത്. ക്ഷീര കർഷകർക്ക് ഗുണമേന്മയുള്ള കാലിത്തീറ്റ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് നിയമസഭയിൽ കാലിത്തീറ്റ ബിൽ പാസാക്കി. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ ഒരു വർഷത്തിനുള്ളിൽ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ വർഷം 50 പഞ്ചായത്തുകളിൽ കൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ക്ഷീരഗ്രാമം പദ്ധതി നടപ്പിലാക്കും. ചർമ്മമുഴ ബാധിച്ച് മരണപ്പെട്ട 800 പശുക്കൾക്കുള്ള ധനസഹായവും നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഏറ്റവും നല്ല രാജ്യത്തെ പാൽ ഏതാണെന്ന് പറഞ്ഞാൽ നമുക്ക് കുടിക്കുവാൻ പറ്റാവുന്ന അണുബാധ ഒന്നുമില്ലാത്ത സമ്പുഷ്ടമായ പശുവിൻ്റെ പാല്. അത് ദേശീയ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സർവേയിൽ കണ്ടെത്തിയത് കേരളത്തിൽ നമ്മുടെ മലബാർ മേഖലയിലെ മിൽമയുടെ പാല് എന്ന് ഞാൻ എടുത്തു പറയുകയാണ്. കാരണം മിൽമയുടെ പാല് ക്ഷീര കർഷകരുടെ പാലാണ്. അപ്പോൾ ആ പാലാണ് ഗുണനിലവാരമുള്ള പാലായിട്ട് കേരളത്തിന് ഇപ്പോൾ അംഗീകാരവും കിട്ടിക്കഴിഞ്ഞു. ഡയറി സയൻസ് കോളേജ് തുടങ്ങുന്നതിന് സ്ഥലം കണ്ടെത്തി നൽകുമെന്ന് പരിപാടിയിൽ അധ്യക്ഷനായ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ക്ഷീരമേഖലയിലെ വലിയ ഉണർവിനാണ് ഈ കാലഘട്ടം സാക്ഷ്യം വഹിക്കുന്നത്. കേരളം എല്ലാ മേഖലയിലും കൈവരിച്ച മാതൃകാപരമായ വികസനം ക്ഷീരവികസനത്തിലും ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ചേലക്കര മുഖാരിക്കുന്ന് ശ്രീമൂലം തിരുനാൾ സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു പൊതുസമ്മേളനം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.